Hi students, welcome back to our computer class, standard 7 students. Today we are going to study the remaining part of the lesson 18 wastewater storage. Okay, in previous class we already studied what is clean water, wastewater, sewage treatment, etc. Okay. Today we are going to study the new topic, treatment of polluted water. Okay, നമുക്കറിയാം polluted ആയിട്ടുള്ള വാട്ടർ നമുക്ക് ക്ലാരിഫൈ ചെയ്തെടുക്കുന്നത് അല്ലേ, അതാണ് ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൻ്റെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഓക്കെ, നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി ഉണ്ട്. ടെക്സ്റ്റ് പേജ് നമ്പർ 222, ആക്ടിവിറ്റി 8.4. ഓക്കെ, നിങ്ങൾ ആ ആക്ടിവിറ്റി ഒന്ന് വായിക്കണം. അത് എന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ, ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യാനുള്ളത് വേസ്റ്റ് വാട്ടറിനെ പ്യുവർ ആക്കുന്നതിനുള്ള ഒരു സ്റ്റെപ്പുകളാണ്. ഓക്കെ, അപ്പം നമുക്ക് വേസ്റ്റ് വാട്ടർ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒരു വെള്ളം എടുക്കുന്നു, അതിനകത്ത് നമ്മൾ ഓറഞ്ച് പീലോ അങ്ങനെയുള്ള ഡിറ്റർജൻറ്റോ അങ്ങനെയുള്ള അല്ലേ മഷികളോ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കളറുകളൊക്കെ ആഡ് ചെയ്യും. നമ്മൾ അതിനെ ആദ്യം ഒരു വേസ്റ്റ് വാട്ടറാക്കി മാറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പാണ് collect the sewage and dirty water in a tank. അല്ലേ, നമ്മളതിനകത്ത് എടുക്കുന്നു. ഷേക്ക് ഇറ്റ് വെൽ ആൻഡ് ലെറ്റ് ദ മിക്സ്ചർ സ്റ്റാൻഡ് ഇൻ ദ sun for 2 days. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഡേർട്ടി ആയിട്ടുള്ള വെള്ളം എടുത്ത് ഒരു ടാങ്കിനകത്ത് വെച്ച് നല്ലോണം മിക്സ് ചെയ്തു. അതൊരു 2 ദിവസം ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് കിട്ടുന്നിടത്ത് നമ്മൾ വയ്ക്കുന്നു. pour in to another tension. Okay, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് ബിഫോർ ട്രീറ്റ്മെന്റ് വരുന്നത്. നമ്മൾ ഒരു വേസ്റ്റ് വാട്ടർ ഒരു ടാങ്കിൽ എടുക്കുന്നു, അത് നമ്മൾ 2 ദിവസം വയ്ക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പാണ് എയറേഷൻ. അല്ലേ, യൂസ് ആൻ എയറേറ്റർ ആൻഡ് അലൗ സെവറൽ അവേഴ്സ് ഫോർ എയറേഷൻ. ലീവ് ദ എയറേറ്റർ അറ്റാച്ച്ഡ് ഓവർനൈറ്റ്. വെൻ എയറേഷൻ ഈസ് കംപ്ലീറ്റ് ഫോർ ഇറ്റ് ഈസ് അനദർ ടെൻഷൻ. ഓക്കെ, എയറേഷൻ കഴിയുമ്പോൾ നമ്മൾ പിന്നെ അത് ആ ഒരു വാട്ടർ നമ്മൾ വീണ്ടും വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പോൾ എയറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എയറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എയറോബിക് ബാക്ടീരിയ അതിനകത്ത് നമ്മൾ കുക്ക് ചെയ്യും അല്ലേ. എന്നിട്ട് അത് ആ എയറോബിക് ബാക്ടീരിയ എന്താണ് ചെയ്യുന്നത്? അതിനകത്തുള്ള വേസ്റ്റുകൾ അല്ലെ, ഫുഡ് വേസ്റ്റോ അല്ല ഹ്യൂമൻ വേസ്റ്റോ സോപ്പോ ഡിറ്റർജൻറ്റ് അങ്ങനെയുള്ളതിനെയൊക്കെ എന്ത് ചെയ്യും? അത് ബാക്ടീരിയ കൺസ്യൂം ചെയ്യും അല്ലേ. എയറോബിക് ബാക്ടീരിയ കൺസ്യൂം ചെയ്യും. എയറോബിക് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്ടീരിയ വിച്ച് റിക്വയർ ഫ്രീ ഓക്സിജൻ ഫോർ ദെയർ ഗ്രോത്ത് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ആണ് കോൾഡ് എയറോബിക് ബാക്ടീരിയ. അപ്പോൾ എയറോബിക് ബാക്ടീരിയ നമുക്കറിയാം ഓക്സിജന്റെ സഹായത്താൽ മൾട്ടിപ്ലൈ ചെയ്ത് ബാക്ടീരിയ ഒരു നിമിഷത്തിനിടങ്ങൾ കൊണ്ട് അത് അനേകം അല്ലേ ആയിരങ്ങളായിട്ട് മാറുന്നതാണ്. അപ്പം ആ ഒരു ബാക്ടീരിയ കൺസ്യൂം ചെയ്യും അല്ലേ, ഏത് ഈ വേസ്റ്റുകളെ അതിൻ്റെ കൺസ്യൂം ആക്കി എടുത്തിട്ട് അങ്ങനെ നമുക്ക് അതിനുള്ള വേസ്റ്റുകളെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് പ്രോസസ്സ് ഉപയോഗിക്കുന്നത്? എയറേഷൻ. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് ബിഫോർ ട്രീറ്റ്മെന്റ്, പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ എയറേഷൻ നടത്തി. പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഇത് ഫിൽട്രേഷൻ തന്നെ അല്ലേ. ഫിൽട്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അരിച്ചെടുക്കുക എന്നല്ലേ. ഫൈനലി ആയിട്ട് നമുക്ക് ചെയ്യുന്നതാണ് ഫിൽട്ടർ ചെയ്യുന്നത്. ഫിൽറ്റർ ദ സാമ്പിൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫിൽറ്റേഴ്സ് പേപ്പർ സാൻഡ് അല്ലെ. ഫിൽറ്റർ ചെയ്യുന്ന പേപ്പറിലെ അത് വെച്ച് നിങ്ങൾ അരിച്ചെടുക്കുക. ഫൈൻ ഗ്രാവൽ ആൻഡ് ഫൈനലി മീഡിയം ഗ്രാവൽ ഇംപ്ലാന്റ്സ് സാൻഡ് ഫിൽറ്റർ ഈസ് യൂസ്ഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിൽറ്റർ വെച്ച് നമ്മൾ അതിനകത്തുള്ള ഫൈനലി ആയിട്ടുള്ള ഗ്രാവലൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആ വെള്ളം നല്ല ഇത് കിട്ടിയല്ലേ. ഇനി നമുക്ക് അതെന്ത് ചെയ്യണം? ക്ലോറിനേഷൻ നോക്കണം അല്ലേ. ക്ലോറിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ശുദ്ധീകരിക്കാൻ അല്ലേ, വാട്ടറിനെ കെമിക്കൽ ഉപയോഗിച്ച് ശുദ്ധീകരിക്കുന്നതിനാണ് നമ്മൾ പറഞ്ഞത് ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. പ്രോസസ് ഓഫ് ആഡിങ് ബ്ലീച്ചിങ് പൗഡർ ടു വാട്ടർ ടു മേക്ക് വാട്ടർ സേഫ് ഫോർ ഡ്രിങ്കിങ് അല്ലേ. അതിനെയാണ് നമ്മൾ പറഞ്ഞത് ക്ലോറിനേഷൻ ആണെന്ന് പറഞ്ഞേ. അപ്പം നമ്മൾ ആ വെള്ളത്തെ ക്ലോറിൻ കെമിക്കൽ ചേർത്ത് അത് ഡ്രിങ്കിങ്ങിന് ആയിട്ടുള്ളതാണ് ക്ലോറിനേഷൻ. അപ്പം 4 സ്റ്റെപ്പുകളാണ് ചെയ്യുന്നത് ബിഫോർ ട്രീറ്റ്മെന്റ്. നെക്സ്റ്റ് എയറേഷൻ നടത്തുന്നു, പിന്നെ ഫിൽട്രേഷൻ ചെയ്യുന്നു, അവസാനം ക്ലോറിനേഷൻ ചെയ്യുന്നു. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഒരു നല്ല പ്യുവറായിട്ടുള്ള വാട്ടർ നമുക്ക് അവിടെ കിട്ടുന്നു. ഓക്കെ, ഇതാണ് ഒരു വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റിനുള്ള സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പുകളാണ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? ഇനി നെക്സ്റ്റ്
വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ എങ്ങനെയാണ് ആ ഒരു സീവേജ് അല്ലെ, സീവേജ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് വാട്ടർ, ആ വേസ്റ്റ് വാട്ടർ നമുക്ക് എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് നടത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്. ഓക്കെ, ഇത് ഏത് കേസിലാണ്? ഒത്തിരി ലാർജ് എമൗണ്ട് ഒക്കെ സീവേജ് വരുമ്പം അതിന് എന്താണ് ചെയ്യുന്നത്? പ്ലാന്റിലേക്ക് അല്ലേ, സീവേഴ്സ് നമ്മൾ പറഞ്ഞാണ്, സീവേഴ്സ് മുഖേന സീവറേജിലേക്ക് അല്ലേ മാറ്റുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ചെറിയ വലിയ പൈപ്പുകൾ വഴി ഇങ്ങനെയുള്ള വെള്ളം എവിടെ ചെല്ലും? പ്ലാന്റ് ചെല്ലും അല്ലെ, ട്രീറ്റ്മെന്റ് പ്ലാന്റ് ചെല്ലും. അവിടെ ചെന്നിട്ട് ആ ഒരു ലാർജ് എമൗണ്ട് ഓഫ് വാട്ടറിനെ നമ്മൾ ഈ ഒരു രീതി പ്രക്രിയയിൽ തന്നെ നമ്മൾ പ്യുവറാക്കി കൊണ്ടുവരുന്നതിന് എങ്ങനെയാണ് സ്റ്റെപ്പ് ഉള്ളത്? ഓക്കെ, നെക്സ്റ്റ് പേജ് നമ്പർ 223 വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്. ഓക്കെ, ഫസ്റ്റ് ഇതുണ്ട് ബാർ സ്ക്രീൻ. ഒന്നാമത്തെ സ്റ്റെപ്പാണ് ബാർ സ്ക്രീൻ എന്ന് പറയുന്നത്. എന്താണ് ഈ ബാർ സ്ക്രീന്? വേസ്റ്റ് വാട്ടർ ആ ഒരു ബാർ സ്ക്രീനിൽ കൂടെ ഇങ്ങനെ കടത്തി വിടും അല്ലെ, കടത്തി വിടുമ്പോൾ അവിടെയുള്ള ഈ പടം കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ലാർജ് ഓബ്ജക്റ്റിൽ അല്ലെ, റാഗ്, സ്റ്റിക്ക്, ക്യാന്, പ്ലാസ്റ്റിക് പാക്കറ്റ്, നാപ്കിൻ, ഇതൊക്കെ സീവേജിനകത്ത് കാണാം. ഓക്കെ, അപ്പോൾ അതെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ബാറിലൂടെ ഇങ്ങനെ ആ വേസ്റ്റ് അല്ല സീവേജിന് ഇങ്ങനെ അങ്ങ് കടത്തി വിടും. അപ്പോൾ ഇതെല്ലാം അങ്ങ് റിമൂവ് ചെയ്ത് വരും. പിന്നെ നമുക്ക് രണ്ടാമത്തേതാണ് ഇത് ഗ്രിറ്റ് ആൻഡ് സാൻഡ് റിമൂവൽ ടാങ്ക് അല്ലേ. അതിൽ നമ്മൾ ആ വെള്ളത്തെ അങ്ങോട്ട് കടത്തി വിടും. രണ്ടാമത് ഈ ഫസ്റ്റ് ബാറിലൂടെ കടത്തി വിട്ട വാട്ടറിനെ വീണ്ടും നമ്മൾ വേറൊരു ടാങ്കിലേക്ക് കടത്തുന്നത്. എന്തിനാണ്? അതിനകത്ത് ഗ്രിറ്റ് ആൻഡ് സാൻഡ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി അല്ലേ, ദാറ്റ്സ് എ സ്പീഡ്. അപ്പോൾ അവിടെ വരുമ്പോൾ വെള്ളത്തിൻ്റെ ആ ഒരു സ്പീഡ് കുറയുന്നുണ്ട്. ദ സ്പീഡ് ഓഫ് ദ ഇൻകമിങ് വേസ്റ്റ് വാട്ടർ ഇസ് ഡിക്രീസ്ഡ് ടു അലോ സാൻഡ്, ഗ്രിറ്റ് ആൻഡ് പെബിൾസ് ടു സെറ്റിൽ ഡൗൺ. ഓക്കെ, അപ്പോൾ അതെന്തിനാണ് സ്ലോ ആക്കുന്നത്? ആ വെള്ളത്തിലുള്ള സാൻഡോ ഗ്രിറ്റോ ഒക്കെ ഇല്ലേ. ഓക്കെ, ഗ്രിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചാനൽ അല്ലേ, ഗ്രിറ്റ്. പിന്നെ പെബിൾസ് ഒക്കെ എന്ത് ചെയ്യണം? ഡൗൺ താഴേക്ക് സെറ്റ് ചെയ്യണം അല്ലേ, താഴേക്ക്. അതിനുള്ള സമയത്തിന് വേണ്ടിയിട്ടാണ് ഈ വാട്ടറിൻ്റെ ആ ഒരു പാസിങ് ടൈം അല്ലെ, സ്പീഡ് കുറയ്ക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, ഫസ്റ്റ് ബാർ സ്ക്രീനിലൂടെ കടത്തി വിടുന്നു, പിന്നെ ഗ്രിറ്റും സാൻഡ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഒരു ടാങ്കിലേക്ക് കടത്തി വിടുന്നു. ഓക്കെ, പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ദ വാട്ടർ ഈസ് then allowed to settle in a large tank which is soaked towards the middle. Solid like pieces settle at the bottom and the removal with the scraper. Okay, ഒരു സ്ക്രാപ്പർ വഴി ഇങ്ങനെ അരിച്ചെടുക്കുന്നില്ലേ, അത് വഴി എന്താണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പം അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്, സെറ്റിൽ എ ലാർജ് ടാങ്കിൽ. ഓക്കെ, ഒരു ലാർജ് ടാങ്കിലേക്ക് സെറ്റിൽ ചെയ്യുന്നു. അപ്പോൾ എന്താണ്? സോളിഡിലായിട്ടുള്ള പീസസ് ഇതൊക്കെ അടിയിൽ തന്നെ ഇങ്ങനെ സെറ്റിൽ ചെയ്ത് വരും. ഓക്കെ, അതിനെയാണ് നമ്മൾ പറഞ്ഞത് സ്ലഡ്ജ് എന്ന് പറയാം അല്ലേ. സ്ലഡ്ജ് ചെളി അടിയുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വേസ്റ്റ് വാട്ടറിനെ കുറച്ച് നേരം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ ഒരു ടാങ്കിലേക്ക് വെച്ച് അതിൻ്റെ അടിയിൽ ഇങ്ങനെ ചെളിയെല്ലാം അടിയും. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ എന്താണ്? സെറ്റിൽ ലാർജ് ടാങ്ക്. എന്തിനാണ്? സ്ലഡ്ജ് ചെയ്യണം അല്ലെ, സ്ലഡ്ജ് ഫോം ചെയ്യണം. അപ്പോൾ സ്ലഡ്ജ് ഓക്കെ, അതിനാണ് സ്ലഡ്ജ് എന്ന് പറയുന്നത്, ചെളി. ഓക്കെ, അപ്പോൾ ഒരു സ്കിമ്മർ വെച്ചിട്ട് എന്ത് ചെയ്യണം? റിമൂവ് ദ വാട്ടർ സോളിഡ് ലൈക്ക് ഓയിൽ ആൻഡ് ഗ്രീസ് വാട്ടർ സോ ക്ലിയർ ദിസ് ഫോർ ദ ക്ലാരിഫൈഡ് വാട്ടർ. ഓക്കെ, അപ്പോൾ സ്കിമ്മർ വെച്ചിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യും? ആ ഒരു വെള്ളത്തെ വീണ്ടും നമ്മൾ റിമൂവ് ചെയ്യും അല്ലേ. എങ്ങനെയുള്ളതൊക്കെ? ഓയിലും ഗ്രീസും അങ്ങനെയുള്ളതിനൊക്കെ അവിടെ വെച്ച് റിമൂവ് ചെയ്ത് എടുക്കുന്നു. അങ്ങനെ ഒരു ക്ലാരിഫൈഡ് വാട്ടർ നമുക്ക് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ലാർജ് ടാങ്കി വെച്ച് എന്ത് ചെയ്യുന്നു? ഒരു സ്ക്രാപ്പർ മുഖേന ഈ ചരലും ചെളിയൊക്കെ ഇങ്ങനെ അടിക്കുന്നു അല്ലേ. അപ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് സ്ലഡ്ജ് അല്ലേ. സ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ ചെളി ഇങ്ങനെ അടിയുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യുന്നു? ഒരു സ്കിമ്മർ വെച്ചിട്ട് സ്കിമ്മർ ഉപയോഗിച്ച് ഓയിൽ, ഗ്രീസ് അങ്ങനെയുള്ളതിനൊക്കെ റിമൂവ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ഒരു ക്ലാരിഫൈഡ് വാട്ടർ നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അടുത്തതാണ് ഇവിടെ ചെയ്ത അതേ പ്രോസസ്സ്, എയറേഷൻ നടത്തുന്നു. എയറേഷൻ എന്ന് പറഞ്ഞാൽ എയറേഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്താണ്? എയറോബിക് ബാക്ടീരിയ വെച്ച് അതിനകത്തുള്ള വേസ്റ്റുകളെ റിമൂവ് ചെയ്യുന്നു. അതിനാണ് എയറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യുന്നത്. ആ എയറേഷൻ
അനീറോബിക് ബാക്ടീരിയ, എയറോബിക് ബാക്ടീരിയ വെച്ച് നമ്മൾ ഡികമ്പോസ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ sludge is transferred into a separate tank where it is decomposed by anaerobic bacteria. The biogas produced in the process can be used as fuel or can be used to produce electricity. അപ്പോൾ sludge നമ്മൾ എന്ത് ചെയ്യും, അടിയിൽ വരുന്ന സ്ലഡ്ജിന് നമ്മൾ റിമൂവ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യും, അനീറോബിക് ബാക്ടീരിയ നമ്മൾ അവിടെ കൊടുക്കും. അങ്ങനെ അതിനെ ഡീകമ്പോസ് ചെയ്ത് ഒന്ന് നമുക്ക് പിന്നെ മനുവറായിട്ട് എടുക്കാനും പിന്നെ അതല്ല പിന്നെ ആ വാട്ടർ ഉപയോഗിച്ച് നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ എയർ ഈസ് പമ്പ്ഡ് ഇൻ ടു ദ ക്ലാരിഫൈഡ് വാട്ടർ ടു ഹെൽപ്പ് എയറോബിക് ബാക്ടീരിയ ടു ഗ്രോ. ബാക്ടീരിയ കൺസ്യൂം ഹ്യൂമൻ വേസ്റ്റ്, food waste, soap and other unwanted matters still remaining in clarified water. ഓക്കെ, അപ്പോൾ സ്ലഡ്ജിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, അനൈറോബിക് ബാക്ടീരിയയാണ് സ്ലഡ്ജിൽ നമ്മൾ കൊടുക്കുന്നത് അല്ലേ. പിന്നെ വാട്ടറിലേക്ക് എന്ത് ചെയ്യും, എയ്റോബിക് ബാക്ടീരിയയും കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ സ്ലഡ്ജിലുള്ള അനൈറോബിക് ബാക്ടീരിയ എന്ത് ചെയ്യും, അതിനെ ഡീകമ്പോസ് ചെയ്യും അല്ലേ. ഡീകമ്പോസ് ചെയ്തിട്ട് മനുവറായിട്ട് നമുക്ക് കിട്ടും. ഇനി ആ ക്ലാരിഫൈഡ് വാട്ടറിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, എയറോബിക് ബാക്ടീരിയയാണ് അല്ലേ. അപ്പോൾ എയറോബിക് ബാക്ടീരിയ എന്താണ്, അതിനകത്തുള്ള വേസ്റ്റുകളൊക്കെ കൺസ്യൂം ചെയ്യുക അല്ലേ. അപ്പം അങ്ങനെ നമുക്ക് വാട്ടറിന് പ്യുവർ വാട്ടറായിട്ട് കിട്ടുന്നു. ഓക്കെ, ആഫ്റ്റർ സെവറൽ അവേഴ്സ് ദ സസ്പെൻഡഡ് മൈക്രോബ്സ് സെറ്റിൽ അറ്റ് ദ ബോട്ടം ഓഫ് ദി ടാങ്ക് ഈസ് ആക്ടിവേറ്റഡ് sludge. The water is then removed the top. Okay, the activated sludge is about 90% water. Okay, sludge-നകത്ത് എന്താണ് 97% വാട്ടർ ആണ് അല്ലേ. The water is removed by sand drying birds or machine. Dried sludge is used to manure, returning organic matter and nutrients to the soil. അപ്പം നമ്മൾ ആ സ്ലഡ്ജിനെ മാനുവറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. ഓക്കെ, ഇത് ട്രീറ്റ് ചെയ്ത വാട്ടർ എന്ത് ചെയ്യും, നമ്മൾ ട്രീറ്റ് ചെയ്ത വാട്ടർ നമ്മൾ ഫിൽട്രേഷനും ക്ലോറിനേഷനും നടത്തും അല്ലേ. അങ്ങനെ നമുക്കത് ഡ്രിങ്കിങ് വാട്ടറായിട്ട് ഉപയോഗിക്കും, അതല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് ആ വാട്ടറിനെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ സ്ലഡ്ജ് നമ്മൾ മാനുവറായിട്ട് എടുക്കുന്നു. ഫിൽറ്റർ ക്ലാരിഫൈഡ് ആയിട്ടുള്ള വാട്ടറിനെ നമ്മൾ ഏത് പ്രോസസ്സ്, ഇവിടെ പറഞ്ഞ പ്രോസസ്സ് എയറേഷനും അല്ലേ, പിന്നെ ഫിൽട്രേഷനും ക്ലോറിനേഷനും നൽകി അങ്ങനെ കൊടുത്ത് ആ വാട്ടറെ പ്യുവർ വാട്ടറായിട്ട് എടുക്കുന്നു. ഓക്കെ, ഇതാണ് ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് നടക്കുന്ന പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. Okay, what are the various sources of water pollution? Already നമ്മൾ പറഞ്ഞാണ് ഏതൊക്കെയാണ്, ഡൊമസ്റ്റിക് വേസ്റ്റ്, പിന്നെ ഫ്രം അഗ്രികൾച്ചർ വേസ്റ്റ്, പിന്നെ നമ്മൾ കൃഷിക്കായിട്ട് നമ്മൾ പലതരത്തിലുള്ള ഫെർട്ടിലൈസറും ഇൻസെക്ടിസൈഡും പെസ്റ്റിസൈഡും ഒക്കെ ഉപയോഗിക്കും അല്ലേ. ഓക്കെ, അത് ഇങ്ങനെയാണ് ഈ വാട്ടറുമായിട്ട് കലരുന്നത്. അങ്ങനെ നമുക്കത് വാട്ടർ പൊള്യൂട്ടഡ് ആകുന്നത്. പിന്നെ ഇൻഡസ്ട്രീസിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ, പിന്നെ ഡിസ്ചാർജ് ഓഫ് സീവേജ് അല്ലെ, സീവേജിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ, ഇതൊക്കെയാണ് ഏത് വാട്ടർ പൊള്യൂഷന് കാരണമാണ്. ഓക്കെ, വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ബേസിക് നീഡ് ഓഫ് ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത് അല്ലേ. മെനി യൂസസ് ഓഫ് വാട്ടർ ഉണ്ട് അല്ലേ. എന്തിനാ, ഡ്രിങ്കിങ്, വാഷിംഗ് ക്ലോത്ത്സ്, പിന്നെ ക്ലീനിങ് ടെൻസിൽസ്, പിന്നെ മോസ്റ്റ് ഓഫ് ഇൻഡസ്ട്രീസ് യൂസ് വാട്ടർ ഫോർ ദെയർ വർക്കിങ്, പിന്നെ ഇറിഗേഷന് വേണം, പിന്നെ ഏതാണ് ഫ്ലോർ മിൽസ് അല്ലെ കൂളൻ്റ്, ഇങ്ങനെയുള്ള എല്ലായിടത്തും എന്താണ് വാട്ടറിൻ്റെ യൂസസ് ഉണ്ട്. ഓക്കെ, അപ്പം വാട്ടർ പൊള്യൂഷൻ എന്ന് പറഞ്ഞ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒരു പ്രോബ്ലം തന്നെയാണ് അല്ലേ. The presence of some biological, inorganic, physical substance which degrade with the quality of water and makes it harmful is called water pollution. Already നമ്മൾ പറഞ്ഞല്ലേ, എന്താണ് നമുക്ക് ആ വെള്ളത്തിൻ്റെ ക്വാളിറ്റിയെ കുറയ്ക്കുന്ന അല്ലെ, അതിൻ്റെ ആ ഒരു ഡിഗ്രേഡ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ഉള്ള വാട്ടറിനെയാണ് നമ്മൾ പറഞ്ഞത് വാട്ടർ പൊള്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. ടുഡേ ക്ലാസ് ഈസ് ഓവർ. I will take the next part in next class. Thank you.